താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയി കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കായ്ക്കും. മാവില ചക്ക തിന്നാൻ പാടുണ്ടെന്ന് മാവിലാച്ചെന്ന് കാരണന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരല്ല. അപ്പോൾ പറഞ്ഞു വന്ന എന്തുവെന്ന് വെച്ചാൽ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ഇടുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഉച്ചയൂണിന് ചക്ക വേവിച്ചത് നോക്കിപ്പോയതാണ്. പക്ഷെ ചക്ക കിട്ടിയില്ല, അതുകൊണ്ട് ചീനി ആകാമെന്ന് വെച്ചു. അപ്പം ഞാനും അമ്മൂമ്മയും കൂടെ ചീനി അങ്ങ് വേവിക്കാൻ തുടങ്ങി. അമ്മൂമ്മ കഴുകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മൂമ്മ ചീനി കഴുകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ, അതായത് കൊല്ലം സ്റ്റൈലെന്ന് പറഞ്ഞാൽ ചീനിയിൽ തേങ്ങ അരയ്ക്കത്തില്ല. ഞങ്ങൾ പത്തനംതിട്ടക്കാരുടെ സ്റ്റൈലിൽ തേങ്ങയോടെ അരയ്ക്കും. ഇവിടെ ചീനിക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, ഉപ്പ് ഇത്രയോടെ ഇട്ട് അരച്ച് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരയ്ക്കുന്നതാണ് ഇവിടുത്തെ ചീനിയുടെ അരപ്പ്. അത് ഇഡ്ഡലിക്കുട്ടത്തിലിട്ട് വേവിക്കാൻ നോക്കി. പക്ഷെ ചീനിക്കൊരു ഇച്ചിരി വേവ് കൂടുതലുണ്ടായതുകൊണ്ട് ഞങ്ങളത് നേരെ കുക്കറിലോട്ട് മാറ്റേണ്ട വന്നു. പിന്നെ അമ്മൂമ്മ അരപ്പരയ്ക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ അമ്മൂമ്മയും കൊണ്ട് ചെയ്യിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മൂമ്മ നന്നായിട്ട് വെക്കും. പണ്ടുള്ള ആൾക്കാരല്ലേ, അമ്മൂമ്മ നന്നായിട്ട് വെക്കും. അപ്പോൾ ചീനി ഊറ്റാൻ പോവുക. ബാക്കി വേവിക്കുമ്പോൾ പണ്ട് എൻ്റെ ചേച്ചി ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. ചീനി വേവിച്ച് ഊറ്റി വെക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി ചീനി എടുക്കുക, അതിനകത്ത് ഇച്ചിരി ചുവന്നുള്ളിയും കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി നല്ല, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് ചതച്ച് ഇച്ചിരി കുറച്ച് പൊടിയോടെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇത് നമുക്കൊന്ന് ഇളക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ ഈ കാണിച്ചത് ഞാൻ തിന്നു കേട്ടോ. ഇപ്പം കുക്കർ വിസിലടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചീനി വെന്തു. അപ്പോൾ ഇനി ചീനി ഒന്ന് നമുക്ക് ഊറ്റി അതിൻ്റെ വെള്ളമെല്ലാം മാറിയിട്ട് അത് ഇച്ചിരി നേരം തീയിൽ വെച്ച് തോത്താം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് എൻ്റെ ലാംഗ്വേജ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ട് ക്ഷമിക്കുക, ആദ്യമായിട്ട് ചെയ്യുന്നതാണേ. അപ്പം അടുപ്പിലോട്ട് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടി ചൂടാക്കി. അപ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന അരപ്പിട്ട് നല്ലവണ്ണം മടിച്ചിട്ട്, അരപ്പിച്ചിരി പോലും കളയാൻ നമുക്കില്ല. അങ്ങനെ ഇട്ടിട്ട് അത് നന്നായിട്ട് ഇനി ഇളക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ഞാൻ അമ്മമ്മ ഇരുന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. ഇടയ്ക്ക് ഞാനൊന്ന് കട്ടാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് കുറേ നേരം എടുത്തൊന്ന് ഇളക്കാൻ, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കട്ടാക്കുന്നുണ്ട്. വേണ്ട നന്നായിട്ട് ഇളകി വന്നു. അപ്പം ഏതായാലും ചീനി വേവിച്ച് മീൻകറിയുണ്ട്, മീൻ വറുത്തതുമുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെ ചീനി വേവിച്ചത്, ചോറും മത്തി വറുത്തതും മീൻകറിയും പിന്നെ മുട്ടത്തോരനും എല്ലാം കൂടി ഇട്ട് നമുക്കൊരു പിടിപിടിക്കാം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്നത് ഇതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒക്കെ ഒന്ന് ഷെയറും ചെയ്തേരെ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കളഞ്ഞേക്കണം. ആദ്യമായിട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.